ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കിന്നും മോർണിംഗ് ഷിഫ്റ്റാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഇവിടെ ബസ് സ്റ്റോപ്പിലോട്ട് വരുന്ന വഴിക്ക് ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഞാൻ ഓർത്ത് അതൊരു വീഡിയോയിലൂടെ ഒന്ന് പറയാമെന്ന് ഓർത്ത് ഞാൻ അവിടെ നിന്ന് റൂമിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യുമായിരുന്നു. അപ്പോൾ റോഡ് ക്രോസ് ചെയ്തപ്പോഴത്തേനും രണ്ട് സൈഡ് ഞാൻ നോക്കിയപ്പോൾ വണ്ടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ക്രോസ് ചെയ്യാനായിട്ട് ഇങ്ങനെ തുടങ്ങുകയും രണ്ട് സൈഡിൽ നിന്ന് ഒരു വണ്ടി ഒരുമിച്ച് വരികയും കൂടെ ആയിരുന്നു. പെട്ടെന്ന് എനിക്ക് മൈൻഡ് എന്നെ പുറകോട്ട് നിർത്തിയില്ല. ഞാൻ ഫ്രണ്ടിലേക്ക് വണ്ടിയുടെ നടുക്കൂടെ ഞാൻ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നു. ആ രണ്ട് വണ്ടിക്കാരും ഒരേ ടൈമിൽ ബ്രേക്ക് മീൻസ് സ്ലോ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ തീർന്നേനെ. അതുപോലെയാണ് തൊട്ടടുത്തൂടെ രണ്ട് ടേണിങ് നമുക്ക് ഒന്നിച്ചാണ് വരുന്നത്. അപ്പോൾ വേഗം നമ്മുടെ അടുത്തേക്ക് വണ്ടി എത്തും. എന്തായാലും ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നോക്കാൻ പോയില്ല. ചീത്തവിളി കേട്ടവർ രാവിലെ ചീത്തവിളി കേൾക്കുന്നത് ശരിയല്ലല്ലോ. നേരെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഞാൻ ഇതുപോലെയല്ലേ ഇപ്പം നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നമ്മളൊരു കാര്യം ചെയ്യാം എന്ന് നമ്മൾ വിചാരിച്ചാൽ അത് നിസ്സാര ഒരു റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടെ നമ്മുടെ മൈൻഡ് നമ്മളെ രണ്ടാമതൊന്ന് തിങ്ക് ചെയ്യാനായിട്ടുള്ള ടൈം നമുക്ക് തരുന്നില്ല. അത് ഒത്തിരി എഫേർട്ട് എടുത്ത് ചിന്തിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അതൊരു മീൻസ് വലിയ ബുദ്ധിമുട്ട് അപകടങ്ങളൊന്നും ഇല്ലാണ്ട് അത് ക്രോസ് ചെയ്ത് പോകാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ മൈൻഡ് എനിക്ക് അന്നേരം അവിടെ നിൽക്കാം എന്നൊരു മൈൻഡ് തന്നില്ല. ജസ്റ്റ് ഫ്രണ്ടിലേക്ക് പോകാമെന്നാണ് എൻ്റെ മൈൻഡ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ മുന്നേക്ക് പോയി. പക്ഷേ ആ സമയത്ത് അവർ രണ്ടുപേരും സ്ലോ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഉണ്ടാകത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ആണെങ്കിൽ തന്നെ നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു തീരുമാനം എടുക്കുമ്പോഴത്തേക്കും മാക്സിമം ചിന്തിച്ചിട്ട് വേണം നമ്മൾ കാര്യം ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ നമുക്കതൊരു ഉറപ്പായിട്ടും ഒരു അപകടം പറ്റും. ഈ റോഡ് ക്രോസ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും 100 വട്ടം ഒന്ന് ആലോചിക്കുക. അത്ര ടൈം എടുത്ത് ആലോചിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. എടുത്ത് ചാടുന്നതിന് മുന്നേ നമ്മുടെ മൈൻഡ് നമ്മൾ മനസ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് എന്നുള്ള രീതിക്ക് നിൽക്കത്തുള്ളൂ. എടുത്ത് ചാടുന്നതിന് മുന്നേ എന്തൊരു കാര്യമാണെങ്കിലും 100 വട്ടം ആലോചിച്ചിട്ട്